അമ്മ, ഞാൻ ആശുപത്രിയിലേക്ക് പോണേണേ. ഞാൻ ചെന്നിട്ട് വേണം വിനീതിന് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ. എന്നാലും നിങ്ങൾ കഥയടച്ച് കിടന്നു. മോളെ, നേരെ ഒരുപാട് വൈകി. ആ വിനീതനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൻ്റെ കൂടെ പോയാൽ പോരായിരുന്നാ? രാത്രിയാകുമ്പോൾ എൻ്റെ പേടിയൊക്കെ പോയി അമ്മ. അമ്മ ഇവിടുന്ന് ഉറങ്ങിക്കോ. ശരി. വാ മോനെ. രേണു, ഇടി നീ ബ്ലേഡുകാരനെ വിളിച്ചായിരുന്നോ? ഇനിയിപ്പോൾ പലിശയുടെ കാര്യം നോക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നാളെ കൊച്ചിനെ ആശുപത്രി നിറക്കാനില്ല. നീ രാവിലെ തന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചു വെക്കണേ. വിളിച്ചു വെച്ചാൽ മതി. ഞാൻ രാവിലെ വിളിക്കാട്ടെ നിന്നെ. ശരി എന്നാ. സർ, എന്താ കാര്യങ്ങൾ? 11:30 ബാംഗ്ലൂർ കൊച്ചിൻ ഫ്ലൈറ്റിൽ MLA-മാരുടെ ആദ്യ സംഘം എത്തും സർ. ആരെ എസ്കോട്ട്? സലീമും ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹലോ. ആ ചേട്ടാ, ഡോക്ടർ വന്നിരുന്നു. എന്തായി കാര്യങ്ങൾ? കുഴപ്പമൊന്നുമില്ല. എന്ത് പറഞ്ഞു ഡോക്ടർ? ചേട്ടനെ എവിടെയെന്ന് ചോദിച്ചു. വരുന്നുണ്ടോ? ശരി, നോക്കട്ടെ. പറ്റി ഞാൻ അങ്ങോട്ട് വരാം. ശരി എന്നാ, വിളിക്കാം. ശരി സർ. ഹലോ. മണി, നീ വീട്ടിലാണോ? അല്ല, ഞാൻ ആശുപത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എടീ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഏതാണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളു. നീ അത് കാര്യമൊക്കണ്ട. നമ്മളാരെയും പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ഉണ്ടാക്കിയ കാശല്ലല്ലേ. ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതാ. എന്നിട്ടും അതിന്റെ വിധി അങ്ങനെയാണെങ്കിൽ പോട്ടെ പോലെ. എടീ, നമുക്ക് അവരോടൊന്നും ജയിക്കാൻ പറ്റില്ലല്ലേ. എന്തായാലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ശരി. ചേച്ചി, നാളെ രാവിലെ ബില്ല് അടയ്ക്കണേ. ക്യാഷ്യർ വിളിച്ചിരുന്നു. നോട്ട്സ് തിരക്കായി പോയതുകൊണ്ടാ. ആ ശരി. ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വിളിച്ചാൽ മതി. 204 ഫയലിംഗ് എടുത്ത്. വീട്ടിലേക്ക് ചെന്നൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? ഒരു മിനിറ്റ് ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല, അതിന്റെ ഇടയിലാണ്. ശരി ശരി, നീ വിളിക്ക്. ബാംഗ്ലൂർ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റിലെ കർണാടകയിൽ നിന്നുള്ള VIP എത്താൻ സാധ്യതയുണ്ട്. സ്റ്റേഷൻ അലേർട്ടായിരിക്കും. ഓക്കെയാണ് സാർ, എല്ലാം ഓക്കെയാണ് സാർ. ഓവർ. VIP റൂട്ടിലെ ട്രാഫിക് തടസ്സമില്ലാതെ നോക്കണം. ഓക്കെയാണ് സാർ, പാർട്ടിയെ മൊബിലൈസ് ചെയ്തിട്ടുണ്ട് സാർ. ഓവർ. VIP റൂട്ടിലുള്ള എല്ലാ സ്റ്റേഷനും അപ്ലോഡ് ചെയ്യുന്നു. VIP റൂട്ട് പൈലറ്റ് കൊണ്ട് ആരംഭിക്കുന്നത്. VIP റൂട്ടിലുള്ള പ്രധാന പോയിന്റുകളിൽ പാർട്ടിയെ VIP മൂവിന്റെ തടസ്സമില്ലാതെ നോക്കേണ്ടതാണ്. ചൂടുള്ളതാ. അതാരാണപ്പാ? നീ കഴിക്ക, ഞാൻ പോയി നോക്കാം. വിനീതിന്റെ വീടല്ലേ? CK വിനീത് കാവുങ്കൽ. അതെ. ഇയാളാണോ? അത് സാറ്. ഒന്ന് സ്റ്റേഷൻ വരെ വരണല്ലോ. എന്താ സാറ് കാര്യം? HR ജ്വല്ലറിയിൽ നിന്ന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ദൈവേ, കംപ്ലൈന്റാ? വെറുതെ ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ട് FB പോസ്റ്റ് ചെയ്യുക, പണി മേടിച്ചു കൂട്ടുക അല്ലേ? നടക്ക്. സാറേ, കുഞ്ഞിന് പരീക്ഷ ഉള്ളതാ. സാർ, എനിക്ക് രാവിലെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. 10 മണിയാകുമ്പോൾ കോളേജിലെത്തണം. താൻ എന്തിനാ പഠിക്കുന്നത്? BSc മാത്സ് ഫൈനൽ ഇയറാ യൂണിവേഴ്സിറ്റി കോളേജിൽ. 10 മണിക്കല്ലേ പരീക്ഷ? ഇപ്പൊ 8 മണിയല്ലേ ആയുള്ളൂ. താൻ സ്റ്റേഷനിൽ വന്നിട്ടൊന്ന് ഒപ്പിട്ടിട്ട് പോയിക്കോ. പറഞ്ഞാ കേട്ടില്ലേ? ഒപ്പിട്ടിട്ട് പോയിക്കോളാൻ. സാർ, ഞാൻ ആ ബാഗ് ഒന്ന് എടുത്തിട്ട്. അമ്മ, സാറേ, ഞാൻ ബൈക്കിൽ. ഞങ്ങളൊരു മര്യാദ കാണിക്കുമ്പോൾ തിരിച്ചത് കാണിക്കണ്ടേ?
നമുക്ക് ജീപ്പ് പോവാം. നമുക്ക് കൺസ്യൂമർ കോർട്ട് വഴി ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യാം. ഷോറൂമിൽ വെച്ച് ബില്ല് തന്ത്രപൂർവ്വം കൈക്കലാക്കിയെന്ന് തന്നെ നമുക്ക് അങ്ങ് എഴുതാം. ഓ ശരി. ഹോ കേട്ടിട്ട് എന്റെ കൈ തരിക്കുണ്ട്. ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ ആ മാനേജർ ചെവിക്കലിനിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് പോന്നേനെ. സാർ ഒരു മിനിറ്റ്, ഒരു കോൾ. ഹലോ, ആ അമ്മ എപ്പോ? അയ്യോ അല്ല അമ്മ, ഒരു കാര്യം ചെയ്യ്, ഞാനിങ്ങോട്ട് വിളിക്കാം. ഞാനിവിടെ വക്കീലിൻ്റെ അടുത്തുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, പുള്ളിയോടൊന്ന് ചോദിച്ചിട്ട് വിളിക്കാം. അമ്മ ടെൻഷൻ ആവല്ലേ, ഞാനിങ്ങോട്ട് വിളിച്ചോളാം. എന്തു പറ്റി? സാർ എൻ്റെ അനിയനെ പോലീസ് പിടിച്ചോണ്ടുപോയി ഇന്ന്. എന്തിന്? ആ ജ്വല്ലറിക്കാരുടെ കംപ്ലൈൻ്റ് ആണ്. ഇവിടുത്തെ നടക്കണ എനിക്കൊന്നും മനസ്സിലാവണില്ല സാർ. ആ, ഞാനത് പ്രതീക്ഷിച്ചതാ. അവനിന്ന് 10 മണിക്ക് പരീക്ഷയുള്ളതാണ്. സാർ നിങ്ങളൊന്ന് ചെയ്യണം. ഞാൻ ആ SI ഒന്ന് വിളിക്കട്ടെ. ഹലോ, ആ അമ്മാമ്മ, ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കണേണ്. വക്കീല് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അമ്മ ഒന്ന് കരയാണ്ടിരിക്കമ്മ. ഒന്നും പേടിക്കാനില്ലെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാനിവിടെ സിഗ്നലില്. എന്നാ വെച്ചോ. എന്തു പറ്റി? എടാ ജോജുവിന് സതീഷിനെ കിട്ടണില്ല. ഞാൻ കിട്ടുന്നില്ലേ? എടാ എടുക്കണില്ല. ഇനി എന്ത് ചെയ്യും? ചേച്ചി ഇങ്ങനെ കരയല്ലേ ചേച്ചി, എന്റെ വിഷമിക്കാതിരിക്കും. ദൈവമേ, മഹാഭാവികൾ എന്റെ കൊച്ചിന്റെ പരീക്ഷ എഴുതാൻ സമ്മതിക്കോ? അയ്യോ, നീ ഇപ്പൊ എവിടെ എത്തി? ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കടാ. ആ ആ ഒടുക്കത്തെ ബ്ലോക്കാ. ആ പൈപ്പ് ലൈൻ ഇല്ല, നീ ഇങ്ങോട്ട് കയറ്. കച്ചേരിപ്പടി ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഓവർ. ചെക്കന് പരീക്ഷയാണെങ്കിൽ വിട്ടേക്കാൻ SI സാർ പറഞ്ഞതാ. അപ്പോഴാ CA സാറിന്റെ വരും. പരീക്ഷ എന്ന് പറഞ്ഞപ്പോ എത്ര മണിക്കാ പരീക്ഷ എന്ന് ഒറ്റ ചോദ്യം. 10 മണിക്കാന്ന് പറഞ്ഞപ്പോ എങ്കിൽ 11 മണിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വന്നൊപ്പിട്ടിട്ട് പോയിക്കോ. ചേച്ചി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ജയിലിൽ കിടന്നാളെന്ന് വരെ പറഞ്ഞാണ് ചേച്ചി. നെട്ടും ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. നീ ഇങ്ങ് വന്നേ. എല്ലാരും ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. എടാ, ബി, please. ഇന്നലെ ജ്വല്ലറി തട്ടിപ്പിന്റെ വാർത്ത ഫേസ്ബുക്കിൽ ആളാണിത്. വിനീത് കുമാർ CA സ്വാധീനിച്ച് ഇവന്റെ യൂണിവേഴ്സിറ്റി എക്സാം പോലും മുടക്കിയിരിക്കുകയാണ് ജ്വല്ലറിക്കാർ. പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞിട്ട് പോലും CA അത് പരിഗണിച്ചില്ല. നന്നായി പഠിച്ച നേരം വിളിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ഇറങ്ങും. ഓണം തൂക്കി പിടിച്ച് സന്തോഷം. ആ ഫോൺ ആരും സാറിന്റെ അടുത്ത് കൊടുത്തേ. ഓർമ്മോടെ കൂട്ടുകാരനാവൻ.